നമസ്കാരം. ബ്രിട്ടൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അധികാരമേറ്റപ്പോൾ ഇന്ത്യയിലും ഏറെ അഭിമാനത്തോടെ അത് ആഘോഷപൂർവ്വം ചർച്ചയാക്കിയിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടനിലെ ജനങ്ങൾ ഋഷി സുനക്കിനെയും കൺസർവേറ്റീവ് പാർട്ടിയെയും തള്ളിക്കളഞ്ഞു. ഈ വിഷയം ഇപ്പോൾ ഇന്ത്യയിൽ ചർച്ചയാകുന്നത് മറ്റൊരു രീതിയിലാണ്. ഋഷി സുനക്കിന്റെ പരാജയത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനവുമായി താരതമ്യ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതും ചർച്ചയിൽ വരികയാണ്. ചില ഫേസ്ബുക്ക് ചിന്തകൾ നോക്കാം. ആത്മാഭിമാനമുള്ള നാട്ടുകാർ ഒരു വിദേശിക്ക് വോട്ട് ചെയ്യില്ല. ഇന്ത്യയിലെ റൗൾ വിൻസി എഫക്റ്റ് തന്നെയാണ് ബ്രിട്ടനിൽ ഋഷി സുനകിന് പറ്റിയത്. സുനക് മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% സീറ്റാണ് സുനകിന്റെ പാർട്ടിക്ക് ലഭിച്ചത്. അത് പരമാവധിയാണ്. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് കോൺഗ്രസിന്. ഒരു ഇറ്റാലിയൻ വംശജൻ കോൺഗ്രസിനെ നയിച്ചാൽ ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാർ ഒന്നും വോട്ട് ചെയ്യില്ല. ഈ അടിമ മനോഭാവമുള്ള കുറെ ആളുകൾ വോട്ട് ചെയ്തു എന്ന് വരും. പക്ഷേ അവർക്കൊന്നും രാജ്യത്തിന്റെ ഭരണം പിടിക്കാനുള്ള കരുത്തില്ല. രാഹുൽ ഗാന്ധി അഥവാ റൗൾ വിൻസിയുടെ നേതൃത്വത്തിൽ BJPയെ പോലെ കോൺഗ്രസ് ബഹുഭൂരിപക്ഷം സീറ്റിലും ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ വേണ്ടി മത്സരിച്ചാൽ 50 സീറ്റ് തികച്ചു കിട്ടില്ല. കാരണം ഒരു വിദേശിയെ നേതാവായി അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. ഇത് അറിയാവുന്നത് കൊണ്ടാണ് കോൺഗ്രസ് പഴയ പ്രതാപകാലത്തെ പോലെ ഒറ്റയ്ക്ക് ഭരിക്കുക എന്ന സ്വപ്നം വേണ്ട എന്ന് വെച്ചത്. ക്രിസ്ത്യാനിയായ റൗൾ വിൻസിക്ക് ഇന്ത്യയിൽ പറ്റിയത് തന്നെയാണ് ഹിന്ദുവായ ഋഷിക്ക് ബ്രിട്ടനിൽ പറ്റിയത്. ആത്മാഭിമാനമുള്ള നാഷണലിസ്റ്റുകൾ ഒന്നും വോട്ട് ചെയ്തില്ല. 2029 റൗൾ വിൻസി ഞാനാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിറങ്ങിയാൽ ഒരു സംശയവും വേണ്ട, വീണ്ടും കോൺഗ്രസ് 50ലേക്ക് എത്തും. അതുകൊണ്ടാണ് നാട്ടുകാരെ പറ്റിക്കാൻ കോൺഗ്രസ് ഞങ്ങൾ പ്രധാനമന്ത്രിയാകാനില്ല എന്ന് ആദ്യമേ പ്രസ്താവന ഇറക്കുന്നത്. കാരണം വിൻസിയെ ഇറക്കിയാൽ പണി കിട്ടുമെന്ന് അവർക്കറിയാം. ഒരുപക്ഷെ സുനകിന്റെ തോൽവിയോട് ഈ ഒരു പ്രതിഭാസത്തെ ലോകരാഷ്ട്രീയ വേദിയിൽ ഇനി റൗൾ വിൻസി എഫക്റ്റ് എന്ന് അറിയപ്പെടാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുറിപ്പിന് രസകരമായ നിരവധി കമന്റുകളും ലഭിച്ചിട്ടുണ്ട്. ഋഷി സുനകിനെ രാഹുലുമായി താരതമ്യം ചെയ്യുന്നതേ ഋഷിക്ക് അപമാനമാണെന്നും ഋഷിക്ക് ആരും ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾ സ്വന്തം പ്രയത്നത്താൽ ഈ നിലയിലെത്തിയ ആളാണെന്നും പറയുന്നു ചിലർ.